Hi, hello dear students. Welcome back to Future Plus Academy. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26ലേക്കുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ പല സ്റ്റുഡൻസും പാനിക്കായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതായത് അസൈൻമെന്റ് വന്നു, പല ലേണേഴ്സ് സെന്ററിൽ വന്നു, അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ നമ്മൾ പറഞ്ഞത് അത് വരും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അപ്പം അസൈൻമെന്റിന്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എഴുതി തുടങ്ങിയ അസൈൻമെന്റ് വെക്കാൻ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ കുറിച്ച് പറയുന്നതാണ്. സോ ഫസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസൈൻമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഫേസിംഗ് ഷീറ്റ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ സെറ്റ് ഓഫ് അസൈൻമെന്റിന്റെ ഫ്രണ്ടിലും നിങ്ങൾ വെക്കാൻ. ഓക്കെ. സോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം വെക്കാൻ. എൻറോൾമെന്റ് നമ്പർ, നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ ഇവിടെ മറ്റു കുറച്ച് കാര്യങ്ങൾ വെക്കാനുണ്ട്. എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻറോൾമെന്റ് നമ്പർ. പേര്, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. അതായത് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്ത് ആ അഡ്രസ്സ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ പ്രോഗ്രാം ടൈറ്റിൽ എന്താണെന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ BA ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക, BCom ആണെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അതിനെയാണ് പ്രോഗ്രാം ടൈറ്റിൽ എന്ന് പറയുക. പിന്നെ കോഴ്സ് കോഡ്, അതായത് എല്ലാ സബ്ജക്റ്റിനും, ഇഗ്നോന്റെ എല്ലാ സബ്ജക്റ്റിനും കോഴ്സ് കോഡ് ഉണ്ട്. ഓക്കെ, അതായത് സബ്ജക്റ്റിന്റെ കോഡാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ PGക്കാരാണെങ്കിൽ, MA ഇംഗ്ലീഷുകാരാണെങ്കിൽ MEG01 അല്ലെങ്കിൽ MEG02 എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ UG ആണെങ്കിൽ BEAGE എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുണ്ടാകും. അതുപോലെ തന്നെ BCom ആണെങ്കിൽ BCOC എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ കോഴ്സ് കോഡാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോഴ്സ് ടൈറ്റിൽ, അതിൻ്റെ പേര്, ഇപ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ, അത് കൊടുക്കുക. അതുപോലെ തന്നെ അസൈൻമെന്റ് നമ്പർ, പർട്ടിക്കുലർ അസൈൻമെന്റ് നമ്പർ നിങ്ങൾ കൊടുക്കുക. ആൻഡ് സ്റ്റഡി സെന്റർ കോഡ്, നിങ്ങൾ ഏത് സ്റ്റഡി സെന്ററിലാണോ പഠിക്കുന്നത്, ഓരോ സ്റ്റഡി സെന്ററിനും കോഡ് ഉണ്ട്. ആ കോഡ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ JDT ആണെങ്കിൽ അത് കിട്ടും. അതുപോലെ നിങ്ങളുടെ കോളേജിൻ്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ വ്യക്തമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ഇമെയിൽ ID, പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഇഗ്നോയുടെ അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ഏത് കോഴ്സ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും, ഏത് നിങ്ങൾ UG ആണെങ്കിലും PG ആണെങ്കിലും നിർബന്ധമായിട്ടും വെക്കേണ്ട ഒന്നാണ് ഈ ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി സെന്ററിനും മറ്റുമൊക്കെ, നിങ്ങൾക്ക് ലേണർ സെന്ററിനും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫേസിംഗ് ഷീറ്റിന്റെ കോപ്പി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. എത്ര അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണോ അത്രയും അസൈൻമെന്റ്സിന് നമ്മൾ ഇത് പ്രിന്റ് എടുത്ത് അതിന്റെ ഫ്രണ്ടിൽ വെക്കണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അസൈൻമെന്റ് ഇതൊക്കെ പറഞ്ഞ് സ്കെച്ച് പെന്നും കൊണ്ടൊക്കെ എഴുതില്ല. അപ്പോൾ പലരും പല രീതിയിൽ എഴുതും. പക്ഷേ അങ്ങനെ അല്ലാതിരിക്കാനും ഒരു ഫോർമാറ്റ് ബിൽഡ് ചെയ്യാനുമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പല പല സ്ഥലങ്ങളിൽ പോയിട്ടും നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഇത് വാലുവേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് എഴുതുക, തെറ്റുകൾ വരുത്താതിരിക്കുക. എക്സ്ട്രാ 2 കോപ്പീസ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം, അഥവാ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഫേസിംഗ് ഷീറ്റ് നിർബന്ധമാണ്. ആരും ഫേസിംഗ് ഷീറ്റ് ഇല്ലാതെ അസൈൻമെന്റ്സ് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ അസൈൻമെന്റിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇതിൽ ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.